അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ കളക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് തുടരും എന്ന ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ്, നരിവേട്ട, ഉജ്ജ്വലൻ, പ്രിൻസ് എല്ലാ ചിത്രത്തിനും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തുടരും ചിത്രത്തിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ തുടരും എന്ന ചിത്രം പുതിയ പുതിയ കളക്ഷനുകളും അതുപോലെ പുതിയ പുതിയ റെക്കോർഡുമൊക്കെ ആയിട്ടാണ് ഓരോ ദിവസവും പുലരുന്നത് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് തുടരും ചിത്രത്തുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം 77 ലക്ഷത്തിന് മുകളിലാണ് ആൾക്കാർ കേരളത്തിൽ ഈ ചിത്രം കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതുപോലെ ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ 45 ലക്ഷത്തിന് മുകളിൽ ഉള്ളവരും ആയിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ട് തുടരും സിനിമ തുടങ്ങിയപ്പോൾ അന്ന് മുതൽ പല പല റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടരും ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 35-40 ലക്ഷത്തിന് മുകളിൽ ഉള്ള കളക്ഷൻ തന്നെ ഇന്ന് നേടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ട്രാക്ക് കണക്ക് നോക്കുമ്പോൾ ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുള്ള ട്രാക്ക് ഗ്രോഫാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 35-40 ലക്ഷത്തിന് ഇടയ്ക്കുള്ള ഒരു കളക്ഷൻ തന്നെ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തുടരും ചിത്രം 100 കോടി 50 ലക്ഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 118 മുകളിലുള്ള കളക്ഷൻ തന്നെ കേരളത്തിൽ നിന്ന് ടച്ച് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ തുടരും ചിത്രത്തെപ്പറ്റി പറയുമ്പോൾ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒ ടി ടി റിലീസ് ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളിൻ്റെ എണ്ണം കുറയുന്നതാണ് നമ്മൾ സാധാരണ കേസിൽ കാണുന്നത്. കാരണം ഒ ടി ടി 2 ദിവസത്തിനുണ്ട് വരുമല്ലോ, പിന്നെന്തിന് കാശ് മുടക്കി തിയേറ്ററിൽ പോകുന്നു എന്ന് പലരും ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് മഴക്കാലം കൂടെ. പക്ഷേ തുടരും ചിത്രത്തിന് ഇന്നലത്തെ കളക്ഷൻ തന്നെയാണ് ഇന്നും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ഇപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞ് ഒ ടി ടി വരും, എന്നിട്ട് പോലും ഇതിൻ്റെ കളക്ഷൻ കുറയുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു ഒ ടി ടി എത്തുന്ന 30-ാം തീയതിയാണ് ഒ ടി ടി വരുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു 120 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് വരുന്നത്. കൊണ്ടുവന്ന് ഇപ്പം തന്നെ 118 കോടിയായി. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഏകദേശം 233 കോടി കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം നാളത്തെ എൻ്റെ കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കണക്കുകൾ ഇന്ന് വന്നിട്ടില്ല, നാളെ കൃത്യമായിട്ട് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നാളെ രാവിലത്തെ വീഡിയോയിൽ അത് പങ്കുവെക്കുന്നതാണ്. ചിത്രമാണ് നരിവേട്ട. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ മികച്ച കഥാപാത്രമായി രൂപപ്പെട്ട വർഗീസ് പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നരിവേട്ട കളക്ഷൻ്റെ കാര്യത്തിലും ഒരു വേട്ട തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഴക്കാലമൊന്നും നരിക്കൊരു പ്രശ്നമല്ലാത്ത സമയമാണ്. കേരളത്തിൽ മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ഇത് നേടുന്നത്. ഇന്നും 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ഈ ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 56 ലക്ഷമാണ് ട്രാക്കേഴ്സ് ഗ്രോഫായിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 1 കോടിക്ക് മുകളിലുള്ള തുക നിശ്ചയമായിട്ട് ഈ ചിത്രം നേടും എന്ന് തന്നെ നമ്മൾ കരുതാം. പ്രത്യേകിച്ചും മഴക്കാലമാണ്. അതുകൊണ്ട് ഈ 1 കോടി എന്നൊക്കെ പറയുന്നത് ചെറിയ തുകയൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. ഈ തുടരും എമ്പുരാൻ്റെയൊക്കെ കോടികളുടെ കഥ പറയുമ്പം ഈ നരിവേട്ടയുടെയൊക്കെ 1 കോടിയുടെ കഥ പറയുമ്പം എല്ലാവർക്കും ഒരു ചെറിയൊരു എന്തെന്ന് അല്ലേ. അതല്ല, ഈ മഴക്കാലത്ത് ടൊവിനെ പോലുള്ള ഒരു നായകൻ്റെ ചിത്രം തുടർച്ചയായിട്ട് 5-ാമത്തെ ദിവസവും 1 കോടിക്ക് മുകളിൽ നേടി എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിൻ്റെ മികവ് തന്നെ അത് കാണിക്കുന്നു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഇന്നുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് 7.5 കോടിക്ക് മുകളിലുള്ള തുകയാണ്. വേൾഡ് വൈഡായിട്ട് നിർമ്മാതാക്കൾ 15 കോടി നേടി എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇന്നുകൊണ്ട് മാത്രമേ ഈ 15 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇന്നുകൊണ്ട് 15-15.5 കോടിയെങ്കിലും ഈ ചിത്രം നേടും എന്ന് തന്നെ കരുതാം. മറ്റൊരു ചിത്രമാണ് ധ്യാൻ ശ്രീനിവാസൻ നായകനായ ചിത്രം. ധ്യാനിൻ്റെ തിരിച്ചുവരവ് 2.0 എന്നൊക്കെ പലരും പുകഴ്ത്തിയ ആ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ ഇന്നും നൽകുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. 10 ലക്ഷം ട്രാക്കേഴ്സ് ഗ്രോഫ് കാണിക്കുന്ന ഈ ചിത്രം ഇന്നും 30-35 ലക്ഷത്തിനടുത്തെങ്കിലും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 30 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രം ഇന്ന് 2.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരളത്തിൽ നേടും.
ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒരു 4.5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അതും ഒരു വൻ വിജയമായി മാറട്ടെ അല്ലേ. മറ്റൊരു ചിത്രമാണ് പ്രിൻസ്. ദിലീപിൻ്റെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ചിത്രം പ്രിൻസ് ഇന്നും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെ കാണുന്നുണ്ട്. ഇന്നും 30 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ചിത്രം ഇന്നുകൊണ്ട് 15 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡായിട്ട് ഒരു 22.5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. 22.5-23 കോടിക്ക് മുകളിൽ ഈ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ പുതിയ ചിത്രങ്ങളും പഴയ ചിത്രങ്ങളും ഒക്കെ ആയിട്ട് മലയാള സിനിമ ഇങ്ങനെ വസന്തകാലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മഴയാണ് ഒരു തടസ്സമായി മാറുന്നത്. മലയാള സിനിമയ്ക്കൊരു ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങളെല്ലാം മുടങ്ങുന്നത് ഈ മഴക്കാലമായതുകൊണ്ടാണ്. പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നമില്ലാതെ തുടരുവും പ്രിൻസും നരിവേട്ടയും ഉച്ചരിനുമൊക്കെ മികച്ച കുതിപ്പ് തന്നെ തുടരുന്നു. വരും ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളെല്ലാം തന്നെ വീണ്ടും ഈ കുതിപ്പ് തന്നെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഓക്കെ, ഗുഡ് നൈറ്റ്.